അധ്യായം 7. നസ്രാണികളുടെ മാനസാന്തരവും അലൈശു ദ മെനസിസും. മധ്യകാല കേരള സംസ്കാരത്തിൽ പരിവർത്തനത്തിൻ്റെ വിത്തുകൾ വിതറിയ നവോത്ഥാന നായകനായ ഗോവ മെത്രാപ്പൊലീത്ത അലക്സിസ് മെനസിസ് എന്ന അലൈശു ദ മെനസിസിനെ കുറിച്ചാണ് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്തിൻ്റെ ഈ ലേഖനം. വളരെ ദീർഘമായ ഈ ലേഖനത്തിൽ കേരള ക്രൈസ്തവരുടെ ബാബേൽ ബന്ധത്തെക്കുറിച്ചും അവരുടെ മെത്രാൻ മാർ അബ്രഹാത്തെക്കുറിച്ചും നസ്രാണികളുടെ മാനസാന്തരത്തിനുള്ള ശ്രമങ്ങളെക്കുറിച്ചുമെല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ അലൈശു മെത്രാൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണിത്. തൻ്റെ ഭരണസീമയിൽപ്പെട്ട ക്രൈസ്തവർക്ക് ഉറച്ച കത്തോലിക്ക ജീവിതവും രൂപവത്കരണവും സാൻമാർഗിക അടിസ്ഥാനവും പ്രദാനം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പാഷണ്ഡതകളിലും ദുർമന്ത്രവാദത്തിലും ആഭിചാരക്രിയകളിലും ആണ്ടുകിടന്ന കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവരെ തൻ്റെ വിശ്വാസ തീക്ഷ്ണതയാൽ കത്തോലിക്ക സഭയുടെ കുടക്കീഴിൽ കൊണ്ടുവരികയും ഉദയംപേരൂർ സുനഹദോസിലൂടെ അവരെ യഥാർത്ഥ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ മെനസിസിനെ പോലെ മറ്റൊരു മെത്രാപ്പൊലീത്തായും സഭാചരിത്രത്തിൽ ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡോക്ടർ ജോൺ ഈ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രൊട്ടസ്റ്റൻ്റ് ചരിത്രകാരന്മാരും സവർണ ചരിത്രകാരന്മാരും നസ്രാണി ചരിത്രകാരന്മാരും മെനസിസ് മെത്രാനെ പറ്റിയും ഉദയംപേരൂർ സുനഹദോസിനെ പറ്റിയും എഴുതിയ അർത്ഥ സത്യങ്ങളാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്നത്. സ്വർണ്ണപാത്രം കൊണ്ട് മൂടിവെച്ചാലും സത്യം വളരെ കാലം ഒളിച്ചു വയ്ക്കാൻ ആവില്ലെന്നതാണ് ലോകപാഠവും കാവ്യനീതിയുമെന്ന് ഡോക്ടർ ജോൺ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. നസ്രാണികളുടെ മാനസാന്തരവും അലൈശു ദ മെനസിസും. 1545 ഏത് പാപ്പയാണ് ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും അതിർത്തിയിലുള്ള വടക്കേ ഇറ്റലിയിലെ ട്രെന്റ് എന്ന കൊച്ചു പട്ടണത്തിൽ സഭയുടെ 19ാമത് സാർവത്രിക സുനഹദോസ് വിളിച്ചുകൂട്ടിയത്? ഉത്തരം പോൾ മൂന്നാമൻ. ആരുടെ അഭിപ്രായത്തിൽ ട്രെൻഡോസ് സുനഹദോസ് സഭയിലെ മറ്റേത് കൗൺസിലുകളെയും അതിശയിക്കുന്നതാണ്? ഉത്തരം സഭാചരിത്ര പണ്ഡിതനായ പിയർ ജനറൽ. പോൾ മൂന്നാമന്റെ പിൻഗാമി ആര്? ഉത്തരം പോൾ നാലാമൻ. കൗൺസിൽ തീരുമാനങ്ങൾ അതിവേഗം നടപ്പാക്കുന്നതിന് വേണ്ടി വന്നാൽ ഉരുക്കുമുഷ്ടി തന്നെ ഉപയോഗിക്കാൻ നിഷ്കർഷിച്ച പാപ്പ? ഉത്തരം പോൾ നാലാമൻ. കൗൺസിലിന്റെ കാനോനുകൾ കൊച്ചിയിൽ പ്രസിദ്ധീകൃതമായതെന്ന്? ഉത്തരം 1565 ഒക്ടോബർ 21. അതേ വർഷം തന്നെ ഡാഷും കാനോനുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു? ഉത്തരം കൊല്ലത്തും. കത്തോലിക്ക സഭ ശപിച്ചു തള്ളിയ ഡാഷ് പാഷണ്ഡതയായിരുന്നു നസ്രാണികളുടെ വിശ്വാസ സംഹിതയുടെ കാതൽ? ഉത്തരം നെസ്തോറിയൻ. ഭാരതസഭയുടെ അധ്യക്ഷനായിരുന്ന ഗോവ മെത്രാപ്പൊലീത്ത എത്ര പ്രാദേശിക സുനഹദോസുകൾ വിളിച്ചുകൂട്ടിയിട്ടുണ്ട്? ഉത്തരം 5. 1567, 1575, 1585, 1592, 1606. ഗസീറയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന ആരാണ് ട്രെൻഡോ സുനഹദോസിൽ പൗരസ്ത്യ സഭയുടെ പ്രതിനിധിയായി പങ്കെടുത്തതായി കാണുന്നത്? ഉത്തരം അബ്ദീഷോ. പാപ്പ നൽകിയ ഡാഷ് അധികാരപ്രകാരം ഭാരത ക്രൈസ്തവരുടെ ആധികാരിക നേതൃത്വം പോർച്ചുഗീസുകാർക്ക് അവകാശപ്പെട്ടതായിരുന്നു? ഉത്തരം പാദ്രവാദോ. ആരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ സഭ ഏകവും സാർവത്രികവുമാണ്? ആഗോള സഭയുടെ അധ്യക്ഷൻ പാപ്പയും? ഉത്തരം പോർച്ചുഗീസുകാരെ. പാപ്പായ്ക്ക് വിധേയത്വം പ്രഖ്യാപിക്കാത്ത സഭകളെല്ലാം ഡാഷായാണ് മധ്യകാല സഭാചരിത്രത്തിൽ കണക്കാക്കപ്പെടുന്നത്? ഉത്തരം പാഷണ്ഡതകളായാണ്. ഡാഷിനെ പോലെ പുണ്യ സ്മരണാർഹരായ മറ്റൊരു മെത്രാപ്പൊലീത്തയും സഭാചരിത്രത്തിൽ ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല? ഉത്തരം മെനസിസിനെ. ഏഷ്യ പോർച്ചുഗീസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം മാനുവൽ ദി ഫരിയ.
സ്പെയിനിലേക്ക് പോകാതെ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ മെനസിസ് മെത്രാപോലീത്ത എന്തായി ഉയർത്തപ്പെട്ടേനെ എന്നാണ് ഏഷ്യ പോർച്ചുഗീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. ഉത്തരം വിശുദ്ധനായി. അലക്സിസ് മെനസിസിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം അലേഷ്യു മെനസിസ്, ഡോണ ലൂയിസ ദി നൊറോഞ്ഞ. അലക്സിസ് മെനസിസ് അഥവാ അലേഷ്യു മെത്രാൻ ജനിച്ചതെന്ന്? ഉത്തരം 1559 ജനുവരി 25. എന്ന് എവിടെ വെച്ച് മെനസിസ് മെത്രാൻ പട്ടം സ്വീകരിച്ചു? ഉത്തരം 1595 മാർച്ച് 26 ലിസ്ബണിലെ അഗസ്റ്റീനിയൻ കൊവേന്തയിൽ വെച്ച്. മെനസിസിന്റെ മുദ്രാവാക്യം എന്ത്? ഉത്തരം ഒരിടയനും ഒരു തൊഴുത്തും. ഗോവയുടെ മെത്രാപോലീത്ത ആരായിരുന്നു? ഉത്തരം മെനസിസ്. ഉദയംപേരൂർ സുനകദോസിന്റെ കാലഘട്ടം? ഉത്തരം 1599 ജൂൺ 20 മുതൽ 26 വരെ. പരിശുദ്ധ സിംഹാസനം അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാനായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം ഫ്രാൻസിസ് റോസിനെ. ദിവിനാം ദേയി എന്ന തിരുവെഴുത്ത് ആരാണ് പുറപ്പെടുവിച്ചത്? ഉത്തരം ക്ലെമന്റ് എട്ടാമൻ. ഏത് തിരുവെഴുത്ത് വഴിയാണ് ഉദയംപേരൂർ സുനകദോസിന്റെ എല്ലാ ഡിക്രികൾക്കും നടപടികൾക്കും സ്വീകാര്യ ആശീർവാദം ലഭിച്ചത്? ഉത്തരം ദിവിനാം ദേയി. പോർച്ചുഗലിലെ റോം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ബ്രാഗ. ബ്രാഗയുടെ ആർച്ച് ബിഷപ്പും നഗരപിതാവും ആരായിരുന്നു? ഉത്തരം അഗസ്റ്റിന്യു മെത്രാപോലിത്ത. മലങ്കരയിലെ കത്തോലിക്ക സഭയുടെ പിതാവ്? ഉത്തരം ആർച്ച് ബിഷപ്പ് അലൈഷ്യു ദ മെനസിസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.